السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ഭവനത്തിൽ, ഒരു മസ്ജിദിൽ ഇതുപോലെ ഒരുമിച്ച് കൂടാൻ സാധിക്കുക എന്നുള്ളതും അവൻ്റെ ദീനിനെ കുറിച്ച് സംസാരിക്കുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് വളരെ വലിയ ഒരു അനുഗ്രഹമാണ്. അതിന് നാം എപ്പോഴും നന്ദി കാണിക്കേണ്ടതുണ്ട്, അല്ലാഹുവിനെ സ്തുതിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നാം ഈ മസ്ജിദിൽ ആരംഭിക്കുന്ന ദർസുകൾ അഥവാ അതിൻ്റെ വിഷയം അൽ-അസ്മാഉൽ ഹുസ്ന വസിഫാത്തുൽ ഉലിയ എന്നുള്ളതാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉത്തമമായ നാമങ്ങളും അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഉള്ള ഉന്നതമായ വിശേഷണങ്ങളും. അല്ലാഹുവിന് നാമങ്ങളും വിശേഷണങ്ങളുമുണ്ട്. അഥവാ നമ്മുടെ റബ്ബിന്, നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, നാം ആരാധിക്കുന്ന നമ്മുടെ റബ്ബിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഖുർആനിലും ഹദീസിലൂടെയും അഥവാ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരങ്ങളിലൂടെയും പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള എന്തെല്ലാം നാമങ്ങളാണ് അള്ളാഹുവിനുള്ളത്, അതുപോലെ എന്തെല്ലാം വിശേഷണങ്ങളാണ് അള്ളാഹുവിനുള്ളത് എന്ന് പഠിക്കാനാണ് നാം ഉദ്ദേശിക്കുന്നത്. നമ്മൾ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നാം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാവുന്നതായിരിക്കാം, എന്നാലും മറ്റു പല കാരണങ്ങളാൽ നാം അശ്രദ്ധമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്വലബുൽ ഇൽമ, അറിവ് നേടുക എന്നുള്ളതാണ്. നമ്മുടെ ആയുസ് ചിലവഴിക്കുന്നതിൽ, നമ്മുടെ സമയം ചിലവഴിക്കുന്നതിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ള കാര്യമാണ് ത്വലബുൽ ഇൽമ എന്നുള്ളത്. അഥവാ ഉലമാക്കൾ പറഞ്ഞത് കാണാം, നിർബന്ധമായ ഇബാദത്തുകൾക്ക് ശേഷവും ഏറ്റവും അഫ്ളലായിട്ടുള്ളത്, ഐച്ഛികമായ ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അറിവ് നേടുക എന്നുള്ളതാണ്. ഇനി നിർബന്ധമായ ഇബാദത്തുകൾ ചെയ്യണമെങ്കിൽ എന്ത് വേണം? അറിവ് വേണം. അറിവില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? നിർബന്ധമായ ഇബാദത്തുകൾ പോലും ചെയ്യാൻ സാധിക്കില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് നിസ്കരിക്കാൻ എങ്ങനെയാണെന്ന് അറിയില്ല എന്ന് വിചാരിക്കുക, ഖുർആൻ ഓതാൻ എങ്ങനെയാണെന്ന് അറിയില്ല എന്ന് വിചാരിക്കുക, നോമ്പ് നോൽക്കാൻ എങ്ങനെയാണെന്ന് അറിയില്ല എന്ന് വിചാരിക്കുക. എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കേണ്ടി വരുന്ന ഒരാൾ, ഹജ്ജ് നിർവഹിക്കുന്ന ഒരാൾ, അവർക്ക് ഇബാദത്തിനെ കുറിച്ച് അറിയില്ല എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ ഇൽമ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരു സമയം, ഓരോ ദിവസത്തിലും ഒരു സമയം ഇൽമിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. അതായത് ചുരുങ്ങിയത് ഒരു ദിവസത്തിൽ ഒരു ഹദീസ് വായിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഖുർആനിന്റെ ആയത്തിന്റെ തഫ്സീർ മനസ്സിലാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ദീനിന്റെ എന്തെങ്കിലും ഒരു ഇൽമ് കേട്ടോ വായിച്ചോ ഏതെങ്കിലും രീതിയിൽ ഇൽമ് നേടുന്ന ദിവസത്തിൽ ഒരു ഭാഗമെങ്കിലും നമ്മൾ അതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇൽമ് നേടുക എന്നുള്ളത്, സഹോദരങ്ങളെ, അറിവ് നേടുക എന്നുള്ളത് അത്രയും പ്രാധാന്യമുള്ള, അത്രയും ഗൗരവമുള്ള ഒരു കാര്യമാണ്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാമങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ അള്ളാഹുവിന്റെ നാമങ്ങളിൽ നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള, ഖുർആനിൽ ധാരാളം സന്ദർഭങ്ങളിൽ വന്നിട്ടുള്ള ഒരു നാമമാണ് അൽ അലീം എന്നുള്ള നാമം. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. എല്ലാ കാര്യങ്ങളും,
കഴിഞ്ഞതാവട്ടെ, വരാൻ പോകുന്നതാവട്ടെ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാവട്ടെ, അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളെയും കുറിച്ച് കൃത്യമായി അറിയുന്നവനാണ് അലീം. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് അള്ളാഹുവിന്റെ നാമങ്ങൾ, അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള വിശേഷണങ്ങൾ, ആ കാര്യങ്ങൾ അടിമകൾക്ക് യോജിച്ച രീതിയിൽ അടിമകളിൽ കാണുക എന്നുള്ളത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹു റഹ്മാനാണ്, കാരുണ്യം വിശാലമായ കാരുണ്യമുള്ളവനാണ്. റഹീമാണ്, കാരുണ്യം ചൊരിയുന്നവനാണ്. അള്ളാഹു തആല അടിമകൾ ഇഷ്ടപ്പെടുന്നുണ്ട്, പരസ്പരം കാരുണ്യം കാണിക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അള്ളാഹു മുഹ്സിനാണ്, ഇഹ്സാൻ ചെയ്യുന്നവനാണ്. അതുപോലെ തന്നെ അടിമകൾ പരസ്പരം ഇഹ്സാൻ ചെയ്യുന്നത് അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിന്റെ നാമങ്ങൾ അടിമകളിൽ യോജിച്ച രീതിയിൽ ഉണ്ടാവുക, അതിന്റെ പ്രതിഫലനം ഉണ്ടാകുക എന്നുള്ളത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പൊ അള്ളാഹുവിന് അലീം എന്നുള്ള നാമമുണ്ട് എന്നത് തന്നെ അറിവ് നേടാൻ നമുക്ക് പ്രോത്സാഹനം നൽകുന്ന കാര്യമാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കിയതിൽ തന്നെ ആദ്യത്തെ കൽപ്പനകൾ ആലോചിച്ച് നോക്കി. എന്താണ് പറഞ്ഞത്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നീ വായിക്കുക, നിന്നെ സൃഷ്ടിച്ച നിന്റെ റബ്ബിന്റെ നാമത്തിൽ നീ വായിക്കുക. വായന എന്നുള്ളത് അറിവ് നേടുന്നതിന്റെ ഏറ്റവും അടിസ്ഥാന മാർഗമാണ് വായന എന്നുള്ളത്, വായിക്കുക എന്നുള്ളത്. അത് കൽപ്പിച്ചുകൊണ്ടാണ് ഖുർആൻ ആരംഭിച്ചത് തന്നെ, അഥവാ ഖുർആൻ ഇറക്കപ്പെട്ടത് ആരംഭിച്ചിട്ടുള്ളത് തന്നെ ആ ഒരു കാര്യം കൊണ്ടാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു മുസ്ലിം അറിവ് നേടുന്നതിൽ നിന്ന് അല്ലെങ്കിൽ അതിനുള്ള മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകാൻ സാധിക്കുക? അതുപോലെ തന്നെ കർമ്മങ്ങൾക്ക് മുമ്പായി നിങ്ങൾ അറിവ് നേടണം എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് മുഹമ്മദിലെ 19-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയാണ്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക്. നിങ്ങൾ പഠിക്കണം, നിങ്ങൾ അറിയണം, ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. വസ്തഗ്ഫിർ ലിദംബിക്, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾക്ക് ഇസ്തിഗ്ഫാർ തേടണം. അത് അമലാണ്. ആദ്യം ഇൽമിനെ പറ്റി പറഞ്ഞു, രണ്ടാമത് അമലിനെ പറ്റി പറഞ്ഞു. ഇത് പല പണ്ഡിതന്മാരും അമലിന് മുമ്പേ ഇൽമുണ്ടാകണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നിടത്ത് ഈ കാര്യത്തെ പറഞ്ഞത് കാണാം. ഇനി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇൽമ് എന്നുള്ളത് അവൻ പൂർത്തീകരിക്കേണ്ട ഒരു കാര്യമോ അല്ലെങ്കിൽ അവൻ പ്രത്യേകം ചെയ്യേണ്ട ഒരു കാര്യമോ കൂടിയല്ല. കാരണം മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതിൽ തന്നെ ഇൽമു കൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ടാണ് മറ്റുള്ള സൃഷ്ടികളിൽ മുമ്പിൽ അല്ലാഹു തആല പ്രത്യേകമായിട്ടുള്ള ആദരവ് നൽകിയിട്ടുള്ളത്. അതായത് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ സമയത്ത് തന്നെ മറ്റുള്ള സൃഷ്ടികൾക്ക് മുന്നിൽ മനുഷ്യന് പ്രത്യേകമായി അള്ളാഹു ആദരവ് നൽകിയത് ഇൽമു നൽകിക്കൊണ്ടാണ്. നമുക്കറിയാവുന്ന ഒരു ചരിത്രമാണ്. ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു, ആദ്യ മനുഷ്യനെ. അന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സന്നിധിയിൽ അല്ലെങ്കിൽ ആകാശ ലോകത്ത് മലക്കുകളുണ്ട്, ജിന്നുകളിൽ പെട്ട ഇബ്ലീസുമുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത്? അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ 30-33 വരെയുള്ള ആയത്തുകളിൽ ആ വിഷയം പറയുന്നുണ്ട്. നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കണം. മനുഷ്യനായ നാം ഓരോരുത്തരും അറിവിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കണം എന്ന് അറിയിക്കുന്ന ഒരു കാര്യമാണത്. وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي جَاعِلٌ فِي الْأَرْضِ خَلِيفَةً. അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറഞ്ഞു, ഞാനിതാ ഭൂമിയിൽ മുമ്പുണ്ടായിരുന്ന ജിന്നുവർഗത്തെ ഒഴിവാക്കിക്കൊണ്ട് അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അവർ പൂർത്തീകരിക്കുന്നില്ല, അതുകൊണ്ട് അവർക്ക് പകരക്കാരായിട്ട് ഒരു കൂട്ടരെ ഞാൻ സൃഷ്ടിക്കുകയാണ് എന്ന് പറഞ്ഞു. ഖാലു, മലക്കുകൾ ചോദിച്ചു, അതജ്അലു ഫീഹാ മയുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന, രക്തം ചീന്തുന്ന ആളുകളെ നീ സൃഷ്ടിക്കുകയാണോ, അങ്ങനെയുള്ളവരെ ആക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മലക്കുകൾ പറയാണ്, വനഹ്നു നുസബ്ബിഹു ബിഹംദിക് വനുഖദ്ദിസു ലക്. നിന്നെ പരിശുദ്ധപ്പെടുത്താനും നിന്നെ തസ്ബീഹ് ചെയ്യാനും ഞങ്ങളുണ്ട് അവിടെ. ആകാശ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന മലക്കുകളായ ഞങ്ങളുണ്ട് അവിടെ എന്ന് പറഞ്ഞു. അപ്പൊ അല്ലാഹു തആല മറുപടി പറഞ്ഞു, ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഉണ്ടായ സന്ദർഭത്തിൽ അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല, അപ്പൊ മനുഷ്യനെ പറ്റി മലക്കുകൾ പറഞ്ഞ വാക്കന്നെ എന്താണ്? കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ, രക്തം ചീന്തുന്ന ആളുകൾ, ആ നിലക്കാണ് പറഞ്ഞത്. ആ മനുഷ്യനെ മലക്കുകൾക്ക് മുമ്പിൽ ആദരിച്ചത് അല്ലാഹു തആല തൊട്ടടുത്ത ആയത്തിൽ പറയാണ്, വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ.
ആദം നബി അലൈഹി ഇസ്ലാമിന് എല്ലാവിധ വസ്തുക്കളുടെയും പേരുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. എല്ലാവിധ വസ്തുക്കളുടെയും പേരുകൾ അല്ലാഹു തആല പഠിപ്പിച്ചു. എന്നിട്ട് ആ വസ്തുക്കളെ മലക്കുകളുടെ മുമ്പിൽ കാണിച്ചു. എന്നിട്ട് ഇതിന്റെ പേര് പറയാൻ പറഞ്ഞു. മലക്കുകൾ പറഞ്ഞു അവർക്ക് അറിയില്ല. കാരണം അല്ലാഹു തആല പഠിപ്പിച്ചതല്ലാതെ, നൽകിയ ഇൽമല്ലാതെ അവർക്കില്ല. അവർ പറഞ്ഞു ഖാലു സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. നീ പഠിപ്പിച്ചതല്ലാതെ ഞങ്ങൾക്ക് ഇൽമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ആ മലക്കുകളോക്ക് ആ പേരുകൾ പറഞ്ഞു കൊടുക്കാൻ ആദം നബി അലൈഹിസ്സലാമിനോട് പറയുകയും ആദം നബി അലൈഹിസ്സലാം ആ പേരുകൾ മലക്കുകൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പൊ ആലോചിച്ച് നോക്കി, മനുഷ്യനെ മലക്കുകൾക്ക് മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥാനം നൽകിയത്, ആദരവ് നൽകിയത് അറിവ് കൊണ്ടാണ്, ഇൽമു കൊണ്ടാണ്, അള്ളാഹു പഠിപ്പിക്കുന്ന ആ ഇൽമു കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇൽമു നേടാതെ മറ്റേതൊരു കാര്യത്തിൽ നമ്മൾ മുഴുകുന്നുണ്ടെങ്കിലും അതിനൊന്നും ഒരു അർത്ഥമില്ല. അതായത് ഇൽമിന്റെ ഒരു വശമില്ലാതെ അറിവ് നേടുന്നതിന്റെ ഒരു ഭാഗത്തേക്ക് ഒരു തരത്തിലും നാം തിരിയാതെ നമ്മൾ ജീവിക്കുന്നിടത്തോളം അത് കന്നുകാലികളെ പോലെ ജീവിക്കുന്ന ഒരു അവസ്ഥയിലെ നമുക്ക് തീർക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ജീവിതം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അലാ ഇന്ന ദുനിയ മൽഊനത്തുൻ, ദുനിയാവ് എന്നുള്ളത് ശപിക്കപ്പെട്ട ഒരു കാര്യമാണ്. അഥവാ ദുനിയാവിന്റെ കാര്യങ്ങളിൽ മാത്രം മുഴുകുക എന്നുള്ളത്. മൽഊനുൻ മാ ഫീഹാ, അതിനകത്തുള്ളതിന്റെയും അവസ്ഥ അങ്ങനെ തന്നെയാണ്. എന്നിട്ട് പറഞ്ഞു ഇല്ലാ ദിക്റല്ലാഹ് വമാ വാലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയും അള്ളാഹുവിന്റെ സ്മരണ നിലനിർത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതുമൊഴികെ. എന്നിട്ട് പറഞ്ഞു വആലിമുൻ ഔ മുതഅല്ലിമുൻ, അതുപോലെ തന്നെ ഒരു പണ്ഡിതൻ, അറിവുള്ളവൻ, അതുപോലെ തന്നെ അറിവ് നേടുന്നവൻ, ഇതൊഴികെ മറ്റെല്ലാ കാര്യങ്ങളും ദുനിയാവിൽ ശപിക്കപ്പെട്ട അവസ്ഥയിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഒന്നെങ്കിൽ അള്ളാഹുവിന്റെ ദിക്ർ നിലനിർത്തുന്ന ഒരു കാര്യമായിരിക്കണം, അതല്ല എങ്കിൽ അറിവുള്ള ഒരു വ്യക്തിയോ അറിവ് തേടുന്ന ഒരു വ്യക്തിയോ ആയിരിക്കണം. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ സ്വയം ഒന്ന് പരിശോധിക്കുക. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് രാത്രി നമ്മൾ ഉറങ്ങുന്നതിന്റെ ഇടയ്ക്ക് എന്താണ് പുതുതായി ഒരറിവ് ലഭിക്കാൻ എന്തൊരു കാര്യമാണ് നാം ചെയ്തിട്ടുള്ളത്, എന്തൊരു കാര്യമാണ് നാം അതിന് പരിശ്രമിച്ചിട്ടുള്ളത്, നാം പ്രത്യേകം പരിശോധിക്കേണ്ടതുണ്ട്, പ്രത്യേകം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുകയും പലപ്പോഴും പല ആളുകളും പറയുന്ന ഒരു പരാതി, സാധാരണ പലരും പറയുന്ന ഒരു പരാതി, പഠിക്കണമെന്നുണ്ട്, അറിവ് നേടണമെന്നുണ്ട്, അതിന് സാധിക്കുന്നില്ല, അതിന് സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതിന് ഒരുങ്ങിക്കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല, അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു കാര്യം നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ടുണ്ട് എങ്കിൽ അതിന് നമ്മൾ പ്രത്യേകം ഒരു സ്ഥാനം കൊടുക്കും, ഒരു പ്രയോറിറ്റി കൊടുക്കും. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഒരു ദിവസത്തിൽ നമുക്കൊരു 4-5 കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വിചാരിക്കാം. ഒരു ദിവസം 4-5 കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ അതിനെ ഒന്ന് ഓർഡർ ആക്കുക? ഏതാണോ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്തു തീർക്കേണ്ടത്, അതാദ്യം, അതിനുശേഷം അടുത്തത്, അതിനുശേഷം അടുത്തത്. ചിലപ്പോൾ അവസാനത്തെ കാര്യം ആദ്യം ചെയ്യാത്തത് കൊണ്ട് ചില നഷ്ടങ്ങളും കുറവുകളും നമുക്ക് വരുന്നുണ്ടാകും ആ കാര്യത്തിൽ. പക്ഷെ എന്നാലും നമ്മൾ ഓർഡർ കൊടുക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യമുള്ളതിന് ആദ്യം കൊടുക്കും. അപ്പൊ ത്വലബുൽ ഇൽമ്, അറിവ് നേടുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് എങ്കിൽ അതിനു വേണ്ടി നമ്മുടെ മറ്റു കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്യും. നമ്മുടെ മറ്റു കാര്യങ്ങളെ ഒന്ന് ക്രമീകരിക്കും. അതിൽ കുറച്ച് കുറവുകൾ ഉണ്ടാവും, എന്തെങ്കിലും തരത്തിൽ കുറച്ച് കുറവുകൾ അവിടെ സംഭവിക്കും, ഉറപ്പാണ്. ആ കുറവുകളെ പരിഗണിച്ച് എന്തിനാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് അതിനെന്തായിരിക്കും? നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുന്ന അവസ്ഥയുണ്ടാവും. അപ്പൊ നമ്മൾ സ്വയം ചിന്തിക്കുക, എന്താണ് അറിവ് നേടുന്നതിൽ നമ്മുടെ അവസ്ഥ? ഇവിടെ നമ്മൾ സംസാരിക്കുന്ന, നമ്മൾ പഠിക്കാൻ പോകുന്ന ഇൻഷാ അല്ലാഹ് വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉൽ ഹുസ്നയാണ്, സിഫാത്തുൽ ഉലയാണെന്ന് പറയുമ്പോൾ അത് ചെറിയൊരു ഇൽമല്ല, അത് ചെറിയൊരു ഇൽമല്ല. ആകാശഭൂമികളെ സൃഷ്ടിച്ചിട്ടുള്ള, അതിനകത്തുള്ള സൃഷ്ടികളെ, ജന്തു ജീവജാലങ്ങളെ എല്ലാം അതിന്റെ രൂപത്തിൽ സൃഷ്ടിക്കുകയും ഒരുക്കുകയും ചെയ്തിട്ടുള്ള, അവർക്കെല്ലാം ആവശ്യമായ ഉപജീവനം ഒരു കുറവുമില്ലാതെ നൽകിക്കൊണ്ടിരിക്കുന്ന, അവരെയെല്ലാം മരിപ്പിക്കുന്ന, അതിൽ ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും നാളെ പരലോകത്ത് വിചാരണ ചെയ്യുന്ന, അവർക്ക് സ്വർഗവും നരകവും ഒരുക്കിയിട്ടുള്ള റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആ ഖുർആൻ, അള്ളാഹുവിന്റെ കലാമായിട്ടുള്ള ഖുർആൻ, ഇൽമിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഖുർആൻ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചർച്ച അള്ളാഹുവിനെ പറ്റിയിട്ടാണ്.
അള്ളാഹുവിന്റെ നാമങ്ങളെ പറ്റിയിട്ടാണ്, അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ പറ്റിയിട്ടാണ്. ദീനിന്റെ ഏത് ഇൽമും മടങ്ങുന്നത് ഈ കാര്യത്തിലേക്കാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ദീനിൽ നമ്മൾ ഇൽമ് എന്ന് പറയുമല്ലോ, ദീനിന്റെ ഇൽമ് പറയാം. ദീനിന്റെ ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പൊ ദീനിന്റെ ഇൽമ്? 3 കാര്യങ്ങളാണ് ദീനിന്റെ ഇൽമ് എന്ന് പറയുന്നത്. ഒന്ന്, ഖുർആനും അതിന്റെ തഫ്സീറുകളും, ഖുർആനും അതിന്റെ വിശദീകരണങ്ങളും. 2, ഹദീസുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും അതിന്റെ ശുറൂഹുകളും ശറഹുകളും അതിന്റെ വിശദീകരണങ്ങളും. 3, ഈ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും എടുത്തിട്ടുള്ള ഫിഖ്ഹ്, ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നുമുള്ള മനസ്സിലാക്കൽ, അതിൽ നിന്നുള്ള കാര്യങ്ങളെ മനസ്സിലാക്കൽ, അതാണ് ഫിഖ്ഹ് എന്ന് പറയുന്നത്. ഈ ഫിഖ്ഹ് രണ്ട് രീതിയിലുണ്ട്, 2 ഇനങ്ങളായിട്ടുണ്ട്. ഒന്ന് അൽ ഫിഖ്ഹുൽ അക്ബർ, 2 അൽ ഫിഖ്ഹുൽ അസ്ഗർ. ഫിഖ്ഹുൽ അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖദീയായിട്ടുള്ള, അഖീദപരമായിട്ടുള്ള, വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ. അൽ ഫിഖ്ഹുൽ അസ്ഗർ എന്ന് പറഞ്ഞാൽ അമലിയായിട്ടുള്ള, കർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾ, അതാണ് അൽ ഫിഖ്ഹുൽ അസ്ഗർ എന്ന് പറയുന്നത്. ഇതാണ് ദീനിന്റെ ഇൽമ് എന്ന് പറഞ്ഞാൽ. ദീനിൽ ഇൽമ് എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളാണ്. ഇനി ഇതിൽ ഏതൊരു കാര്യം എടുത്താലും, ഖുർആൻ ആവട്ടെ, ഹദീസ് ആവട്ടെ, ഫിഖ്ഹ് ആവട്ടെ, അഖീദ ആവട്ടെ, അതിൽ അമലുകളാവട്ടെ, ഇതെല്ലാം മടങ്ങുന്നത് ഏത് ലക്ഷ്യത്തിലേക്കാണ്? അള്ളാഹുവിനെ അറിയാനാണ്, അള്ളാഹുവിനെ മനസ്സിലാക്കാനാണ്. അതിലൊരു സംശയമില്ല. അതാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ ഇൽമ് നേടുക എന്നുള്ളത് നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് നമ്മൾ ജീവിതത്തിൽ കാണണം. ഓരോ ദിവസത്തിലും നമ്മൾ ഒരു സമയം കണ്ടെത്തണം. നോക്കൂ, ഇൽമിന്റെ ഫضല് പറയുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇൽമ് ഉള്ള ആളുകൾ, അല്ലെങ്കിൽ ഇൽമ് പഠിച്ചുകൊണ്ട് ഇൽമ് നേടുന്ന ആളുകൾ, അവർ യഥാർത്ഥത്തിൽ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ്. വലിയ സ്വത്തുള്ള ഒരാൾ, അയാളുടെ അനന്തരാവകാശിയായിട്ട് ഒരാൾ ഉണ്ടാവുക, അങ്ങനെ അയാൾ മരണപ്പെട്ട് അയാളുടെ സ്വത്തുക്കളെല്ലാം അനന്തരമായി ഒരാൾക്ക് കിട്ടുക എന്നുള്ളത് ഭൗതികമായിട്ട് നമ്മൾ കാണുന്ന വലിയൊരു നേട്ടമാണ്, വലിയൊരു നേട്ടമാണ്. ഇവിടെ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നൽ ഉലമാഅ വറസത്തുൽ അംബിയാ, പണ്ഡിതന്മാർ അവർ അംബിയാക്കളുടെ അനന്തരാവകാശികളാണ്. ഇന്നൽ അംബിയാ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമ, അംബിയാക്കൾ ഇവിടെ അനന്തരമായിട്ട് ദീനാറോ ദിർഹമോ സ്വർണ്ണ നാണയങ്ങളോ വെള്ളി നാണയങ്ങളോ വിട്ടേച്ചു പോയിട്ടില്ല. ഇന്നമാ വറസു അൽ ഇൽം, അവർ അനന്തരമായി വിട്ടേച്ചു പോയിട്ടുള്ളത് ഇൽമാണ്, അറിവാണ്. ഫമൻ അഖദ ബിഹി അഖദ ബിഹദ്ദിൻ വാഫിർ, ആരാണോ അത് നേടുന്നത് അവർ നേടിയെടുക്കുന്നത് വലിയ നേട്ടമാണ് എന്ന് പറയുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? പലപ്പോഴും ആളുകളുടെ ഒരു ധാരണ, എനിക്ക് പഠിക്കാനൊന്നും പറ്റൂല, എനിക്കതിനൊന്നും കഴിവില്ല എന്നൊരു ധാരണ പല ആളുകൾക്കും കാണാൻ സാധിക്കും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തുള്ള ഏറ്റവും വലിയ ആലിമിനെ ഞങ്ങൾ എടുത്തോളി. ആ ആലിമ് ജനിക്കുമ്പോൾ ഏതൊരവസ്ഥയാണോ, നമ്മൾ ജനിക്കുമ്പോൾ ഏതൊരവസ്ഥയാണോ, അതൊരുപോലെയാണ്. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ, അള്ളാഹു ഏതൊരു മനുഷ്യനെയും ഭൂമിയിലേക്ക് പടച്ചു വീഴുമ്പോൾ, ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വീഴുമ്പോൾ എല്ലാവരും ഒരുപോലെയാണ്. അറിവ് ഒന്നുമില്ല അവർക്ക്, അവർ നേടിയെടുക്കുന്നതാണ്. അപ്പൊ നമുക്ക് സാധിക്കില്ല എന്നാണ് നമ്മൾ കരുതുന്നതെങ്കിൽ നമുക്ക് സാധിക്കാത്ത അവസ്ഥയിലേ ഉണ്ടാവുക. എന്നാൽ നാം പഠിക്കണം, എനിക്ക് അറിയണം, എനിക്ക് അറിവ് നേടണം എന്നുള്ള ആഗ്രഹവും തീരുമാനവും വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും ഇതിനില്ല. പക്ഷെ എന്താണ് പഠിക്കുന്നത്, എന്തിനാണ് ഞാൻ പഠിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ അടിസ്ഥാനമാണ് അള്ളാഹുവിനെ അറിയാനാണ് ഞാൻ ഈ പഠിക്കുന്നത് എന്നുള്ള ആ ബോധം നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത്. അപ്പൊ അമ്പിയാക്കളുടെ അനന്തര സ്വത്താണ് ഇൽമ്. അതിനെ വില കുറഞ്ഞ് നമ്മൾ കാണാൻ പാടില്ല. നോക്കൂ, ചരിത്രത്തിൽ നമുക്ക് കാണാം, നമ്മൾ കേട്ടു പരിചയമുള്ള ഒരു സംഭവമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തൊക്കെ കഴിഞ്ഞ് ആളുകൾ ഇങ്ങനെ ജീവിക്കുന്ന കാലത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു. സ്വാഭാവികമായിട്ടും ഇൽമ് പഠിക്കാനും അതിന്റെ പ്രധാനപ്പെട്ട ഒരു സ്രോതസ്, ഒരു സംശയമില്ലാത്തൊരു സ്രോതസ് അവിടെ ഇല്ലാതായിരിക്കുകയാണ്. അപ്പൊ ഒരു ദിവസം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീനയിലെ അങ്ങാടിയിലേക്ക് എത്തി. അവിടെ ആളുകൾ കച്ചവടത്തിലും അതുപോലെ തന്നെ മറ്റുള്ള തിരക്കുകളിലും ഒക്കെ ആയിട്ട് വളരെയധികം തിരക്കിലാണ്. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ കച്ചവടക്കാരോട് വിളിച്ചു പറയാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ പല ജോലികളിലും കച്ചവടത്തിലൊക്കെ മുഴുകുന്ന ആളുകളാണ്. ആ കച്ചവടക്കാരെ വിളിച്ചുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, അതാ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്ത് വീതിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഉമ്മത്തിന്, നിങ്ങൾ ഇവിടെ കച്ചവടത്തിന്റെ തിരക്കിലായിരിക്കുകയാണോ എന്ന് വിളിച്ചു പറഞ്ഞു. അതിനത് കേട്ടപ്പോ സ്വാഭാവികമായിട്ടും ആളുകൾ എന്ത് ചെയ്തു, വേഗം മസ്ജിദ് നബവിയിലേക്ക് പോയി.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടെ തന്നെ നിന്നു. എന്നിട്ട് ആളുകൾ തിരിച്ചു വന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവോട് ചോദിക്കുകയാണ്, പിന്നെ നീ പറഞ്ഞല്ലോ അവിടെ വീതിച്ചു കൊടുക്കുന്നുണ്ട് നബിയുടെ സ്വത്ത്, അവിടെ ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഒന്നും കണ്ടില്ലേ ചോദിച്ചു. അവിടെ കുറച്ച് ആളുകൾ ഒരു ഭാഗത്ത് നിന്ന് ഖുർആൻ പഠിക്കുന്നുണ്ട്, ചില ആളുകൾ ഹലാൽ ഹറാമുകൾ ചർച്ച ചെയ്യുന്നുണ്ട്, ദീനിന്റെ മസ്അലകൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിട്ടേച്ചു പോയിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങൾ നേടുക എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഒരു തവണയെങ്കിലും നമ്മൾ വായിക്കുകയോ കേൾക്കുകയോ വേണം. കാരണം ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ള സഹാബി എന്നല്ല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. പക്ഷെ അവസാന കാലത്ത് വന്നിട്ട് കൂടി മദീനയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം കൂടി ധാരാളം ഹദീസുകൾ, മക്കയിലായിരിക്കുമ്പോൾ അത്ര ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. കാരണം എന്താണ്, അന്ന് കൂടുതൽ ദഅവത്തിന്റെ മേഖലയിലും അതുപോലെ തന്നെ പല പ്രശ്നങ്ങളിലും ഒക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ദീനിന്റെ മസ്അലകളുമായി ബന്ധപ്പെട്ട് അല്ലാത്ത കാര്യങ്ങളിൽ ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടുള്ള കുറവായിരുന്നു. അപ്പൊ മദീനയിൽ വെച്ച് ഏറ്റവും അധികം ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ള സഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തൊക്കെ കഴിഞ്ഞിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ പറ്റി ആളുകൾ പറഞ്ഞു തുടങ്ങി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്താണ് മുഹാജിറുകളായ ആദ്യകാലത്തെ ഇസ്ലാം സ്വീകരിച്ച സഹാബികൾക്കൊന്നുമില്ലാത്ത അത്ര ഉദ്ധരണി ഹദീസുകൾ അബൂ ഹുറൈറ ഉദ്ധരിക്കുന്നത് എന്ന ആളുകൾക്കിടയിൽ സംസാരം ഉണ്ടായി. ഈ സംസാരം ആര് കേട്ടു? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അറിഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സ്വാഭാവികമായിട്ടും വിഷമായി. കാരണം കള്ള ഹദീസുകൾ കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് ആളുകളുടെ ചർച്ച വന്നിട്ടുള്ളത്. മുനാഫിക്കുകളൊക്കെ പറഞ്ഞു പരത്തിയിട്ടുണ്ടായിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു മറുപടി ഉണ്ട്. അദ്ദേഹം പറയാണ്, അൻസാരികൾ അവരുടെ തോട്ടങ്ങളിൽ അവരുടെ കൃഷികളിൽ മുഴുകിയിരുന്ന സമയത്ത് മുഹാജിറുകൾ കച്ചവടവുമായിട്ട് മദീനയിലെ അങ്ങാടിയിൽ മുഴുകിയിരുന്ന സമയത്ത് ഞാൻ പട്ടിണി കിടന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിന്നിട്ടുണ്ട്. പട്ടിണി കാരണത്താൽ എന്റെ ബോധം നഷ്ടപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിന്റെയും വീടിന്റെയും നടുവിലോ അല്ലെങ്കിൽ പള്ളിയുടെ മുറ്റത്തോ ആ വഴിയിലോ ആയിട്ട് ഞാൻ ബോധം കെട്ട് കിടക്കാറുണ്ടായിരുന്നു. അത്രയും പട്ടിണിയായിട്ട് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുപോകാതെ ഓരോ ഹദീസുകളും ഞാൻ രേഖപ്പെടുത്തി വെച്ചതാണ്. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സൂറത്തുൽ ബഖറയിലെ 159-ാമത്തെ ആയത്ത്, ഈ ആയത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ഹദീസുകളൊന്നും ആളുകളോട് പറയുമായിരുന്നില്ല. ഏതാണ് ആയത്ത് അറിയോ? ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാത്ത്, അല്ലാഹു ഇറക്കിയിട്ടുള്ള വ്യക്തമായിട്ടുള്ള തെളിവുകൾ, അറിവ്, ദീനിയായിട്ട് അറിവ്, അത് മറച്ചു വെക്കുന്നവരാരാണോ, വൽ ഹുദ, നേർമാർഗവും, മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ്, കിതാബിൽ അല്ലാഹു ജനങ്ങൾക്ക് അത് വിശദീകരിച്ചു കൊടുത്തിട്ട്, ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ, അവർക്ക് അള്ളാഹുവിന്റെയും എല്ലാ ശപിക്കുന്നവരുടെയും ശാപമുണ്ട് എന്നുള്ള ഈ ആയത്ത് ഓതിയിട്ട് പറഞ്ഞു. ഈ ആയത്തുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇൽമു മറച്ചു വെക്കാതെ ഒക്കെ പഠിപ്പിച്ചത്. മറച്ചു വെച്ച ഒരവസ്ഥയിൽ പറയുന്നത്. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വളരെയധികം ത്യാഗം സ്നേഹിച്ച് ഇൽമു നേടിയ ഒരു സഹാബിയാണ്. ഇനി പോട്ടെ, അറിവുള്ളവർക്ക് മനുഷ്യന്മാരുടെ കൂട്ടത്തിലുള്ള ഒരു സ്ഥാനവും പദവിയും നമുക്കറിയാം, നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇനി മൃഗങ്ങളുടെ കൂട്ടത്തിൽ പോലും അറിവുള്ളവർക്ക് പ്രത്യേകം ഒരു സ്ഥാനം അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, വേട്ടയാടാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മൃഗമാണ് നായ എന്നുള്ളത്. അന്ന് കാലത്ത് വേട്ടയാടാൻ നായനെ വളർത്താൻ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോ വേട്ടയാടുന്ന സന്ദർഭത്തിൽ ഇപ്പൊ നായ ഭക്ഷിച്ച ഏതെങ്കിലും ഒരു മൃഗത്തെ അല്ലെങ്കിൽ നായ കടിച്ചു കൊണ്ടൊരു മൃഗത്തെ നമുക്ക് തിന്നാൻ പറ്റുമോ? നമുക്ക് പറ്റൂല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിലെ 4-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, യസ്അലൂനക മാദാ ഉഹിൽ, നിന്നോട് അവർ ചോദിക്കുന്നു എന്താണ് ഹലാലായിട്ടുള്ളത്. ഉഹില്ല ലഹും ഖുൽ ഉഹില്ല ലകുമുത് തയ്യിബാത് വമാ അല്ലംതും മിനൽ ജവാരിഹ് മുകല്ലിബീന തുഅല്ലിമൂനഹുന്ന മിമ്മാ അല്ലമകുമുല്ലാഹ് ഫകുലൂ മിമ്മാ അംസക്ന അലൈക്കും വദ്കുറു ഇസ്മല്ലാഹി അലൈഹി വത്തഖുല്ലാഹ് ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. അല്ലാഹു തആല പറയാണ്, അവരത് ഹലാലായത് എന്താണെന്ന് അല്ലാഹു ചോദിക്കുന്നു. എന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് ത്വയ്യിബായതൊക്കെ അനുവദനീയമാണ്, വിശിഷ്ടമായിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് അനുവദനീയമാണ്. അതോടൊപ്പം അല്ലാഹു തആല പറയാണ്, അതേപോലെ തന്നെ നിങ്ങൾ വേട്ടയാടാൻ വിടുന്ന മൃഗം, ആ മൃഗത്തെ പ്രത്യേകം വേട്ടയാടാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള മൃഗമാണ് എങ്കിൽ അത് കൊണ്ടുവന്നു തരുന്ന ആ വേട്ടയാടി പിടിച്ചിട്ടുള്ള ആ ജന്തുവിനെ നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്നതാണ് എന്ന് അല്ലാഹു തആല പറയാണ്. ചുരുക്കി പറഞ്ഞാല്, സാധാരണ ഒരു നായ കടിച്ചു കൊണ്ടുവന്ന
ഒരു മൃഗത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, തിന്നാൻ പറ്റൂല. എന്നാൽ വേട്ടയാടാൻ പ്രത്യേകം പഠിപ്പിച്ചിട്ടുള്ള, പരിശീലിപ്പിച്ചിട്ടുള്ള, അതിനായിട്ടുള്ള ഒരു നായ നമുക്കുണ്ട്. ആ നായ പോയിട്ട് വേട്ടയാടി നമുക്ക് വേണ്ടി കൊണ്ടുവരുന്ന ഭക്ഷണത്തെ നമുക്ക് ഭക്ഷിക്കാവുന്നതാണ്, അത് ഹലാലാണ് എന്ന് പറയാ. ഇവിടെ ഇത് പറഞ്ഞുകൊണ്ട് മിഫ്താഹു ദാരി സആദ എന്ന കിതാബിൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് അത് അനുമതിയായത്? ആ നായ്ക്ക് വേട്ടയാടാൻ പഠിപ്പിച്ചത് കൊണ്ടാണത്, അത് പഠിച്ചത് കൊണ്ടാണത്, ആ ഇൽമുള്ളത് കൊണ്ടാണ് അതിന് മറ്റുള്ള നായ്ക്കളെക്കാൾ ഒരു പ്രാധാന്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉറച്ചു കൊടുത്തിട്ടുള്ളത് എന്ന് വിശദീകരിച്ച് കാണാം. അപ്പൊ മനുഷ്യന്റെ കാര്യത്തിൽ ആലോചിച്ച് നോക്കി, ഒരു നായയുടെ കാര്യത്തിൽ, ഒരു മൃഗത്തിന്റെ കാര്യത്തിൽ അങ്ങനെയാണ് എങ്കിൽ മനുഷ്യന്മാരുടെ കാര്യത്തിൽ എങ്ങനെയായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഫض്ല് നൽകിയിട്ടുണ്ടാവുക? വരുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞത്. ഇനി അതുപോലെ തന്നെ ഖുർആൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പല സന്ദർഭത്തിലും പല കാര്യത്തിലും പ്രാർത്ഥിക്കാൻ വേണ്ടി ഖുർആനിലും ഹദീസിലും ഒക്കെ കാണാം. പക്ഷേ ഒരു കാര്യം മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വർദ്ധിപ്പിച്ചു തരാൻ വേണ്ടി തേടാൻ പറഞ്ഞിട്ടുള്ളത്, വർദ്ധിപ്പിച്ചു തരണമേ എന്ന് തേടാൻ പറഞ്ഞിട്ടുള്ളത്. എന്താണ്? സൂറത്ത് ത്വാഹയിലെ 114-ാമത്തെ ആയത്തിൽ വഖുൽ റബ്ബി സിദ്നി ഇൽമാ, നബിയെ പറയുക, റബ്ബേ എനിക്ക് ഇൽമു വർദ്ധിപ്പിച്ചു തരണമേ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വർദ്ധിപ്പിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമായിരിക്കില്ല അങ്ങനെ പറയാ. അള്ളാഹു തആല വർദ്ധിപ്പിച്ചു തരണേ എന്ന് നീ പ്രാർത്ഥിക്കണം എന്ന് പറയണമെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു റസൂലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമല്ലേ വർദ്ധിപ്പിച്ചു തരാൻ പറയാ? അത് ഇൽമാണ് പറഞ്ഞിട്ടുള്ളത്. പോട്ടെ, വേറെ ഒരു കാര്യവും വർദ്ധിപ്പിച്ചു തരണേ എന്ന ദുആയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. അത് ഇൽമിനെ പറ്റിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടുള്ളത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറിനെ ബന്ധിപ്പിച്ചിട്ടുള്ളത്, നന്മയെ ബന്ധിപ്പിച്ചിട്ടുള്ളത് അത് ഇൽമിനോടാണ്, അത് അറിവിനോടാണ്. നോക്കൂ, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവന് ഇൽമ്, അവന് ദീനിൽ ഫിഖ്ഹ് ഇൽമ് നൽകും, പഠിക്കാനുള്ള തൗഫീഖും അവസരവും എല്ലാം നൽകുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നമ്മൾ തേടണം അള്ളാഹുവിനോട്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മളെല്ലാവരുടെയും അവസ്ഥ, നമ്മൾ നമ്മുടെ കച്ചവടത്തിൽ ലാഭം കിട്ടാൻ വേണ്ടി ദുആ ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ഭൗതികമായ നമുക്കൊരു വീട് കിട്ടാൻ വേണ്ടി, വാഹനം കിട്ടാൻ വേണ്ടി, നമുക്ക് രോഗമില്ലാതിരിക്കാൻ വേണ്ടി, അങ്ങനെ പലതും നമ്മൾ ദുആ ചെയ്യും. ഓരോ ആളുകളും ഓരോ കാര്യം ദുആ ചെയ്യും. നമ്മൾ എത്രത്തോളം ഇൽമിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്? നമ്മൾ ആലോചിച്ച് നോക്കും. എനിക്ക് ഇൽമ് നൽകണേ റബ്ബേ എന്ന് നമ്മൾ ആലോചിക്കണം. നമുക്കിപ്പോ ഒരു കടബാധ്യത ഉണ്ട് എന്ന് വിചാരിക്കുക, ആ കടബാധ്യത വീട്ടിൽ കിട്ടാൻ വേറെ ഒരു വഴിയും ഇല്ലാത്തൊരു സന്ദർഭത്തിൽ ആ അള്ളാഹുവിനോട് തേടുന്നൊരു തേട്ടുണ്ടാവും. ഇത് എന്നൊന്ന് സഹായിക്കണേ എന്നുള്ള നിലക്ക് തേടുന്നൊരു തേട്ടുണ്ടാവും. അതുപോലെ നമ്മൾ തേടേണ്ട ഒരു കാര്യമാണ് ഇൽമ്. നമ്മൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇൽമിന്റെ ഫضല് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരു സമയത്ത് ചിലപ്പോൾ നമ്മൾ ആദ്യമായി കേൾക്കുന്ന സന്ദർഭത്തിൽ നമുക്കത് വളരെയധികം ഹൃദയത്തിൽ എത്തിയിട്ടുണ്ടാവും. പിന്നെ അത് മെല്ലെ മെല്ലെ കുറഞ്ഞു പോകും. ഏതൊരു കാര്യത്തിനെയും പോലെ തന്നെ. പിന്നെ അതിനോട് ഇനിയിപ്പോ അതൊക്കെ എന്തിനാ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഒന്നും അറിയണ്ട, ഇനിയിപ്പോ എന്താ അറിയാനുള്ളത്, അങ്ങനെ പല ചിന്തകൾ വരും. പക്ഷെ ഒരിക്കലും അങ്ങനെ ആയിക്കൂടാ. അതുകൊണ്ടാണ് ഈ ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുന്നത്. അപ്പോ ഖൈർ ഉദ്ദേശിക്കുന്ന ആളുകളുടെ, അള്ളാഹു ഖൈർ ഉദ്ദേശിക്കുന്നവർ അടയാളമാണ് ഇൽമിനോടുള്ള ഇഷ്ടവും അതിനോടുള്ള പരിശ്രമവും അത് ലഭിക്കാനുള്ള തൗഫീഖും എന്നുള്ളത്. അതുപോലെ തന്നെ ഇൽമിന്റെ മഹത്വം അറിയിക്കുന്ന മറ്റൊരു ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, രണ്ട് കൂട്ടരോടാണ് അസൂയ അനുവദിച്ചിട്ടുള്ളത്. അസൂയ എന്ന് പറഞ്ഞാൽ ഗിബ്തത്ത്. അസൂയ രണ്ടു തരത്തിലുണ്ട്. ഒന്ന്, മറ്റൊരാൾക്ക് നൽകപ്പെട്ടിട്ടുള്ള കാര്യം അത് അവനിൽ നശിക്കുകയും വേണം, എനിക്ക് കിട്ടുകയും വേണം എന്നുള്ള ആഗ്രഹം. അത് തെറ്റായിട്ടുള്ള അസൂയയാണ്, അത് പാടില്ല. ഗിബ്തത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹം അത് അവനിൽ ഉണ്ടായിക്കോട്ടെ, എന്നാൽ എനിക്ക് കൂടി അത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കൽ. അങ്ങനെയുള്ള അസൂയ അനുവദിച്ചിട്ടുള്ള രണ്ടാളുകളെ പറ്റി പറയുന്നുണ്ട്. ആ രണ്ടാളുകൾ ആരാ? റജുലുൻ ആതാഹു അല്ലാഹു മാലൻ ഫസുല്ലിത അലാ ഹലകതിഹി ഫിൽ ഹഖ്. അള്ളാഹു സമ്പത്ത് നൽകിയിട്ടുള്ള ഒരാൾ, അവൻ ഹഖിന്റെ വേണ്ടി, അവന് അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന പോലെ സമ്പത്ത് ചെലവഴിക്കാൻ, അവനോട് ഈ തരത്തിലുള്ള ഗിബ്തത്താകാം.
വറജുലുൻ ആതാഹുല്ലാഹുൽ ഹിക്മത ഫഹുവ യഖ്ദി ബിഹാ വയുഅല്ലിമുഹാ. അള്ളാഹു ഹിക്മത്ത് നൽകിയിട്ടുള്ള, ഇൽമിന്റെ ഉന്നതമായ ഒരു പദമാണ് ഹിക്മത്ത് എന്നുള്ളത്. അത് നൽകിക്കൊണ്ട് അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുന്ന, അത് പഠിപ്പിക്കുന്ന ഒരാൾ, അയാളോടും ഈ തരത്തിൽ ഗിബത്ത് അസൂയയാവാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രണ്ട് കാര്യങ്ങളാണ് ഏത് കാലഘട്ടത്തിലും ഏത് സമൂഹത്തിലും ആളുകൾക്കിടയിൽ ഷറഫ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. അതായത് ഒരു സമൂഹത്തില് ആർക്കെങ്കിലും ശ്രേഷ്ഠത ഉണ്ടാവണമെങ്കിൽ ഈ രണ്ട് കാര്യം കൊണ്ട് ഉണ്ടാവുക. ഒന്നെന്താണ്? സമ്പത്ത് കൊണ്ട് ആളുകളുടെ ഇടയിൽ ശ്രേഷ്ഠത ഉണ്ടാകും. രണ്ട്, ഇൽമ കൊണ്ട് ഒരു ശ്രേഷ്ഠത ഉണ്ടാകും. ഇതിൽ ഏതാണ് ഏറ്റവും മഹത്വമായത്? ഇൽമാണ്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം സമ്പത്ത് എന്നുള്ളത് ഒരിക്കലും നമുക്ക് സംരക്ഷണമേകില്ല. നമ്മൾ സമ്പത്തിനെ സംരക്ഷിക്കേണ്ടി വരും. പക്ഷെ ഇൽമ എന്നുള്ളത് നമുക്ക് സംരക്ഷണം നൽകും. നമ്മൾ അതിനെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ സമ്പത്ത് എന്നുള്ളത് എപ്പോ വേണമെങ്കിലും നമ്മെ തെറ്റിലേക്ക് നയിക്കാവുന്ന, നമ്മെ അശ്രദ്ധയിലേക്ക് നയിക്കാവുന്ന പ്രേരകമാകുന്ന ഒരു ഘടകമാണ്. എന്നാൽ ഇൽമ എന്നുള്ളത് ഒരിക്കലും എന്താകുന്നില്ല, നമ്മളെ തെറ്റിന്ന് സംരക്ഷിക്കുന്ന, നേർമാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുന്ന കാര്യമാണ്. ഈ സമ്പത്തിന് മേലെ ഇൽമിനുള്ള ഫദ്ല് എന്ന് 40ഓളം ശ്രേഷ്ഠതകൾ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം മിഫ്താഹു ദാരിസ് സഅദ എന്ന കിതാബിൽ പറയുന്നുണ്ട്. അപ്പൊ അത്രയും മഹത്വമായിട്ടുള്ള കാര്യമാണ്. അതിലൊരു അസർ കാണാം, ചില മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളത്. ചില ആളുകള് വന്ന് പറയുകയുണ്ടായി, നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇൽമിനാണ് സമ്പത്തിനേക്കാൾ ശ്രേഷ്ഠത എന്നുള്ളത്. പക്ഷെ ഞാൻ ഒരിക്കലും സമ്പത്തുള്ള ആളുകൾ ഇൽമുള്ള ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ ആവശ്യക്കാരനായി വന്നിട്ട് കാണുന്നില്ല. ഇൽമുള്ള ആളുകൾ സമ്പത്തുള്ളവരുടെ ആവശ്യക്കാരായിട്ട് പോകുന്നത് കാണുന്നുണ്ടല്ലോ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഒരു സൽഫകളിൽപ്പെട്ട ഒരു വ്യക്തി മറുപടി പറഞ്ഞത്, ഇൽമുള്ള ആളുകൾക്ക് സമ്പത്തിന്റെ വില അറിയാം. സമ്പത്ത് അത് ആവശ്യമുള്ള ഒരു കാര്യമാണ്, അതിന്റെ വില അറിയാം. പക്ഷെ സമ്പത്തുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുള്ള ഇൽമിന്റെ വില, അതുകൊണ്ടാണ് അവരിങ്ങോട്ട് വരാത്തത് എന്ന്. അതായത് അതിനേക്കാൾ ഒരു പടി മുകളിലുള്ള കാര്യമാണ് ഇൽമ് എന്നുള്ളത്. അപ്പോ ആ ഒരു കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചിട്ടുണ്ട്. ഇനി എന്താണ് ഈ ഇൽമു കൊണ്ട് നമുക്ക് നേടുന്ന നേട്ടം? എന്താണ് നമുക്ക് നേടാൻ സാധിക്കുന്ന മഹത്തരമായിട്ടുള്ള നേട്ടം? എന്താണ്? അതിനൊറ്റ മറുപടിയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് സ്വർഗ്ഗമാണ്. അതിലൊരു സംശയമല്ല. ഒരു സംഭവം കാണാം. ഖൈസ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് താബിഈയാണ്. അദ്ദേഹം പറയാണ്, ഒരിക്കൽ ഖദിമ റജുലുൻ മിനൽ മദീനതി ഇല അബി ദർദാ, ഒരു വ്യക്തി മദീനയിൽ നിന്ന് ദമസ്കസിലേക്ക്, വഹുവ ബി ദിമഷ്ഖ്, ദമസ്കസിലേക്ക് അബൂ ദർദാ റളിയല്ലാഹു അൻഹു കാണാൻ വേണ്ടി വന്നു. അബൂ ദർദാ റളിയല്ലാഹു അൻഹു ചരിത്രം വളരെയധികം നമ്മൾ മനസ്സിലാക്കേണ്ട ചരിത്രമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹദീസ് പഠിക്കാനുണ്ടായിരുന്ന രണ്ട് സഹാബികൾ, ഒന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഒന്ന് അബൂ ദർദാ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അബൂ ദർദാ റളിയല്ലാഹു അൻഹു അൻസാരിയാണ്, വലിയ കച്ചവടക്കാരനായിരുന്നു. ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞപ്പോ കച്ചവടവും ഇബാദത്തും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ കുറെ പരിശ്രമിച്ചു. അപ്പോ ചില ആളുകൾക്ക് സാധിക്കില്ല, ചില ആളുകൾക്ക് അത് കഴിയും. അപ്പോ അബൂ ദർദാ റളിയല്ലാഹു അൻഹു അത് കഴിയുന്നില്ല. അങ്ങനെ അബൂ ദർദാ റളിയല്ലാഹു അൻഹു കച്ചവടം എല്ലാം ഒഴിവാക്കി ഇബാദത്തുകളിലും ഇൽമു നേടുന്നതിലും ഒന്നുകൂടി കൂടുതൽ സമയം എടുത്തു മുഴുകി. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഒരിക്കലും കച്ചവടം ഹറാമാണെന്ന് പറയണില്ല, ഒരിക്കലും അതങ്ങനെയല്ല, അതേ കച്ചവടം എന്തിനാ ഒഴിവാക്കിയെന്ന് എനിക്ക് പറയാം. എന്നിട്ട് പറഞ്ഞു, എനിക്കിപ്പോൾ ഈ മസ്ജിദ് നബവിയുടെ മുമ്പിൽ ഒരു കച്ചവടമുണ്ട്, 5 വഖ്ത് ജമാഅത്ത് നിസ്കാരം ജമാഅത്തായി ലഭിക്കുമെന്ന് പറഞ്ഞാൽ പോലും എനിക്കത് വേണ്ട, എനിക്കത് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സൂറത്ത് നൂറിലെ ആയത്ത് പാരായണം ചെയ്യുന്നുണ്ട്. പരലോകത്തെ ഭയപ്പെടുകയാണെന്ന് പറഞ്ഞിട്ട് ആയത്ത് പാരായണം ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞത്, അദ്ദേഹം അങ്ങനെ ഇൽമിന് വേണ്ടി മാറി നിന്ന ഒരു വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ ദമസ്കസിലേക്ക് പോവുകയും ദമസ്കസിൽ ഇൽമ് പഠിപ്പിക്കുകയും ആളുകൾക്ക് ഹലാലും ഹറാമും പഠിപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിരിക്കുകയാണ്. ആ സമയത്താണ് മദീനയിൽ ദമസ്കസിലേക്ക് അന്ന് കാലത്ത് യാത്ര ചെയ്യണമെങ്കിൽ എത്രത്തോളം കഷ്ടപ്പാടുണ്ട് ആലോചിക്കണം. ആ ദൂരമെല്ലാം യാത്ര ചെയ്തുകൊണ്ട് ഒരാൾ വന്നിട്ടുള്ളത്. അയാൾ വന്നപ്പോ അബൂ ദർദാ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ ഖദമക ഐ അഖി, സഹോദര നീ എന്തിനാണ് ഇപ്പോ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്, എന്താണ് നിന്റെ ആവശ്യം, എന്തെങ്കിലും വരാൻ കാരണം എന്നൊക്കെ ചോദിച്ചു. അപ്പോ മദീനയിൽ നിന്ന് വന്ന വ്യക്തി പറഞ്ഞു, താബിയായിരിക്കും, അദ്ദേഹം പറഞ്ഞു, ഹദീസുൻ ബലഗനി അന്നക തുഹദ്ദിസ് ബിഹി അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ കേട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിങ്ങൾ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് എന്ന് ഞാൻ കേട്ടു. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് ഒരു ഹദീസ് നിങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് എന്ന് ഞാൻ കേട്ടു. എന്നിട്ട് പറഞ്ഞു,
അതിന് വന്നതാണെന്ന് പറഞ്ഞു. അപ്പോ അബൂദർദാ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അമാ ഖദംത ലി തിജാറത്തിൻ, അപ്പൊ നീ ദമസ്കസിലേക്ക് വന്നത് അബൂദർദാനെ കാണാൻ വന്നതാണ് ഹദീസിൽ വേണ്ടി പറഞ്ഞത്. അപ്പൊ ദമസ്കസിലേക്ക് വന്നത് നീ കച്ചവടത്തിന് വേണ്ടി വന്നതാണോ ചോദിച്ചു. എന്തെങ്കിലും കച്ചവട ആവശ്യാർത്ഥം വന്നാണോ, അപ്പനെ കാണാൻ വന്നാണോ ചോദിച്ചു. അപ്പൊ വ്യക്തി പറഞ്ഞില്ല, അല്ല എന്ന് പറഞ്ഞു. ചോദിച്ചു, അമാ ഖദംത ലി ഹാജത്തിൻ, അതെല്ലാം നിനക്ക് വേറെ വല്ല ആവശ്യം ഉണ്ടായിട്ട് വന്നാണോ ചോദിച്ചു. അപ്പൊ സഹാബി പറഞ്ഞു, ഇല്ല, അല്ല പറഞ്ഞു. ചോദിച്ചു, വീണ്ടും ചോദിച്ചു. എന്നിട്ട് ആ വ്യക്തി പറഞ്ഞു, വന്ന ആള് പറഞ്ഞു, മാ ഖദംതു ഇല്ലാ ഫീ തലബി ഹാദൽ ഹദീസ്, ഞാൻ ഈ ഹദീസ് കേൾക്കാൻ വേണ്ടി മാത്രം വന്നതാണെന്ന് പറഞ്ഞു. ഈ ഹദീസ് കേൾക്കാൻ വേണ്ടി മാത്രം വന്നതാണെന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് നമുക്കൊരു ഹദീസ് ലഭിക്കാൻ എന്ത് എളുപ്പമാണെന്നറിയോ? ഇന്ന് നമുക്കൊരു ഹദീസ് വായിക്കാൻ, ഇപ്പൊ ഉദാഹരണം പറയണ, നമ്മൾ അറബി അറിയാത്തവരാണ് വിചാരിക്കുക. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ള സഹീഹായി അറിയപ്പെടുന്ന സഹീഹുൽ ബുഖാരി, അതിന്റെ മലയാളം നമുക്കിന്ന് ലഭിക്കും. അതിന്റെ മലയാളം ലഭിക്കും. നമ്മൾ എത്ര പേര് അത് വായിച്ചിട്ടുണ്ടാകും? പോട്ടെ, സഹീഹ് മുസ്ലിം, അതിന്റെ മലയാളവും ഇന്ന് ലഭ്യമാണ്. നമുക്ക് സ്വീകാര്യപ്രദമായിട്ടുള്ള രീതിയിൽ തന്നെ അതിന്റെ പരിഭാഷപ്പെടുത്തിയ ആളുകളുടെ ഗ്രന്ഥം ലഭ്യമാണ്. പക്ഷേ ഹദീസിന്റെ ലോകത്ത് വളരെയധികം സ്വീകാര്യപ്രദമായിട്ടുള്ള ഓരോ ആളുകൾക്കും ജീവിതത്തിൽ എല്ലാ മേഖലയിലും ഉപകരിക്കുന്ന ഹദീസുകൾ ക്രോഡീകരിച്ച ഗ്രന്ഥമാണ് റിയാദുസ് സാലിഹീൻ ഇമാം നവവിയുടെ. അതിന്റെ മലയാള വിവർത്തനവും നമുക്ക് ലഭ്യമാണ്. ചെറിയ ചില കോപ്പികളിൽ ഒന്ന് രണ്ട് ഹദീസുകളുടെ ആശയം പറഞ്ഞ ചില പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടി നമുക്ക് സ്വീകാര്യപ്രദമായി വായിക്കാൻ പറ്റുന്ന കോപ്പികൾ ലഭ്യമാണ്. നമ്മൾ എത്ര പേര് അത് വായിക്കണം എന്നൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ തോന്നിയിട്ടുണ്ട്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന് വേണ്ടി, ആ ഹദീസ് നേടാൻ വേണ്ടി അതിലേക്ക് 6 മാസത്തെ വഴിദൂരം ഉണ്ടാവും. ആ യാത്ര ചെയ്യാൻ വേണ്ടി ഒട്ടകത്തെ വാങ്ങാൻ വേണ്ടി പണിയെടുത്ത് ഒട്ടകം വാങ്ങി 6 മാസം യാത്ര ചെയ്ത് ഒരു ഹദീസിന് വേണ്ടി പോയ സഹാബികളുണ്ട്. ഒരു ഹദീസിന്റെ ചെറിയൊരു ഹദീസിന് വേണ്ടി പോയ സഹാബികളുണ്ട്, താബിഈകളുണ്ട്, സലഫുകളുണ്ട്. അങ്ങനെ വന്നൊരു വ്യക്തിയാണത് അബൂദർദാ റളിയല്ലാഹു അടുക്കലേക്ക് വേറൊന്നും ആവശ്യമില്ല, ഈ ഹദീസിന് വേണ്ടി മാത്രം. ഞാൻ പലപ്പോഴും എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവം പറയാണ്. ഞാൻ പലപ്പോഴും പുതിയ പുതിയ ഹദീസുകൾ വായിക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നും മനസ്സിന്. ഇപ്പൊ ഹദീസ് ഗ്രന്ഥങ്ങളെ പുതിയ ഹദീസ് വായിക്കുമ്പോൾ, ഇതുവരെ കേൾക്കാത്തൊരു ഹദീസ് വായിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം വരും. ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ട് ഇല്ലേ, എൻസാൻസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ, അല്ലെങ്കിൽ ദീനിൽ ഇങ്ങനെ ഒരു മസല ഉണ്ട് ഇല്ലേ, ഒരു പ്രത്യേക സന്തോഷം തോന്നും. അപ്പൊ അങ്ങനെ ഒരു ദിവസം വളരെ ഒരു ഹദീസ് വായിച്ച് വളരെയധികം സന്തോഷം തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു, സത്യത്തില് ഈ സഹാബികൾ, അന്ന് സഹാബികൾക്ക് എന്തില്ല, ഇങ്ങനെ കിതാബ് പ്രിന്റായിട്ട് ഹദീസുകൾ എല്ലാം ക്രോഡീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഇല്ല, ഏതെങ്കിലും ഹദീസ് അടിച്ചു നോക്കിയ ഹദീസ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹദീസിന്റെ ഏതെങ്കിലും ഒന്നും സൗകര്യമൊന്നുമില്ല. അപ്പൊ ഒരു ഹദീസ് കിട്ടാൻ വേണ്ടി ഇത്രയും ത്യാഗം സഹിച്ച് ചില സലഫുകൾ രക്തം മൂത്രിച്ച ചരിത്രങ്ങളുണ്ട്. ഹദീസ് കേടാൻ പോയിട്ട്, ഇൽമു കേടാൻ പോയിട്ട്, ഈ യാത്രയിൽ കുടിക്കാൻ വെള്ളമില്ലാതെ സ്വന്തം മൂത്രം കുടിക്കേണ്ടി വന്ന സലഫുകളുണ്ട്. വേറെ ഒന്നും ഇല്ലാഞ്ഞിട്ട് ജീവൻ നിലനിർത്താൻ വേറെ വഴിയില്ലായിട്ട് ആ സമയത്ത് അനുവദനീയമായതുകൊണ്ട് അത് കുടിച്ച ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അവരങ്ങനെ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞതിന് ശേഷം കേൾക്കുന്ന ഹദീസ് ഉണ്ടല്ലോ, ഞാൻ മനസ്സിൽ വിചാരിച്ചു ഒരു തരിച്ച് കേൾക്കരുത്. അത് ശരീരം മൊത്തം തരിച്ചു പോകുന്ന അവസ്ഥയിലായിരിക്കും ആ ഒരു ഹദീസ് അവർ കേട്ടിട്ടുണ്ടാവുക, ഉറപ്പാണ്. കാരണം പുതിയൊരു ഹദീസ് കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാവും, അത് അന്വേഷിക്കുന്ന ഒരാൾക്ക് ഉണ്ടാകും, അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം. അങ്ങനെ ഈ ഒരു വ്യക്തി അബൂദർദാ റളിയല്ലാഹുവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഒരു ആവശ്യമില്ല, ആ ഹദീസിന് വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്, നിങ്ങൾ ഇങ്ങനെ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് കേട്ടതുകൊണ്ട് മാത്രം വന്നാണെന്ന് പറഞ്ഞു. അപ്പൊ അബൂദർദാ റളിയല്ലാഹു പറഞ്ഞു, ഞാൻ ആ ഹദീസ് പറയാമെന്ന് പറഞ്ഞിട്ട്, ഫഇന്നി സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സഹാബിയോട് പറയാണ്. ആ സഹാബിക്ക് ഏറ്റവും യോജിച്ച ഒരു ഹദീസാണ്, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കേണ്ട ഹദീസാണ്. മൻ സലക ത്വരീഖൻ യത്ലുബു ഫീഹി ഇൽമ, ആരെങ്കിലും അറിവ് നേടാൻ വേണ്ടി ഒരു മാർഗത്തിലേക്ക് പ്രവേശിച്ചാൽ, അറിവ് നേടാൻ, ദീനിയായിട്ടുള്ള ഇൽമ നേടാൻ, അതൊരു ക്ലാസ്സിലേക്ക് വരലാവട്ടെ, ഒരു പുസ്തകം വായിക്കലാവട്ടെ, ഒരു ദർസ് കേൾക്കലാവട്ടെ, അല്ലെങ്കിൽ പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിന് അവൻ ഒരുങ്ങി പുറപ്പെട്ട് നിൽക്കുകയാണ് എങ്കിൽ, അതിലേക്ക് ഇറങ്ങുകയാണ് എങ്കിൽ, സലക്കല്ലാഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു തആല എളുപ്പമായി കൊടുക്കും. ഉറപ്പ്, ഇൽമില്ലാതെ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പാവൂല. ഇൽമില്ലാതെ സ്വർഗത്തിലേക്കുള്ള വഴി നമുക്ക് എളുപ്പാക്കാൻ പറ്റൂല. ഇൽമ എത്രയുണ്ടോ അത്രത്തോളം സ്വർഗത്തിലേക്കുള്ള വഴി അതിനനുസരിച്ച് അമല് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവും. നമുക്ക് ഹലാലും ഹറാമും വേർതിരിച്ചറിയാൻ സാധിക്കും, നമുക്ക് ഏതാണ് നേരായ പാത എന്ന് മനസ്സിലാക്കാൻ സാധിക്കും, ധാരാളം കാര്യങ്ങൾ അതിലൂടെ ലഭിക്കും. എന്നിട്ട് അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്,
വഇന്നൽ മലായികത ലതദഉ അജ്നിഹതഹാ റിളൻ ലിതാലിബിൽ ഇൽം. മലക്കുകൾ അതാ അവരുടെ ചിറകുകൾ വിരിച്ചു കൊടുക്കുന്നു ആ താലിബുൽ ഇൽമിന്റെ ആ ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള തൃപ്തി കാരണത്താൽ, ഇഷ്ടം കാരണത്താൽ മലക്കുകൾ അവരുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കുന്നു. വഇന്നഹു ലയസ്തഗ്ഫിറു ലിൽ ആലിം, ഒരു ആലിമിന് വേണ്ടി, അറിവുള്ളവന് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുന്നു. മൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശത്തിലുള്ള എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത മലക്കുകൾ, ഭൂമിയിലുള്ള എണ്ണിത്തിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയാത്ത ജന്തുജീവജാലങ്ങൾ ഇസ്തിഗ്ഫാർ തേടുന്നു. ഹത്തൽ ഹീതാൻ ഫിൽ മാ, കടലിനടിയിലുള്ള ഒരു മത്സ്യം പോലും ഇൽമുള്ളവന്, ജനങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്നവന് അവർ ഇസ്തിഗ്ഫാർ തേടുന്നു. എന്നിട്ട് പറഞ്ഞു വഫദ്ലുൽ ആലിമി അലൽ ആബിദ്, ഒരു ആലിമിന് വെറും ഇബാദത്തുകളിൽ മുഴുകുന്ന ഒരുവനേക്കാൾ ഉണ്ടാവുന്ന ശ്രേഷ്ഠത കഫദ്ലുൽ ഖമരി അലാ സാഇരിൽ കവാകിബ്, മറ്റുള്ള നക്ഷത്രങ്ങളെക്കാൾ പൂർണ്ണചന്ദ്രന് ആകാശത്ത് കിട്ടുന്ന ഒരു ഫദ്ലുണ്ടല്ലോ, അതുപോലെയാണ്. ഇന്നൽ ഉലമാഅഹും വറസത്തുൽ അംബിയാ, പണ്ഡിതന്മാർ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ്. ലം യുവരിസു ദീനാറൻ വലാ ദിർഹമ, അമ്പിയാക്കൾ ദീനാറോ ദിർഹമോ വിട്ടുപോയിട്ടില്ല. വഇന്നമാ വറസു അൽ ഇൽം ഫമൻ അഖദ ബിഹി അഖദ ബിഹബ്ബിൻ വാഫിർ, ഇൽമാണ് അവർ വിട്ടേച്ചു പോയിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ചെറിയൊരു കാര്യമല്ല അത്, ചെറിയൊരു കാര്യമല്ല. ഇൽമ നേടുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. ദീനിയായിട്ടുള്ള ഒരു ഹദീസ് ഒരു ദിവസത്തിൽ വായിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഒരായത്തിന്റെ വിശദീകരണം പഠിക്കുക എന്നുള്ളത് ചെറിയ കാര്യം. നിങ്ങൾ ആലോചിക്കൂ, ജീവിതത്തിൽ നമുക്കുള്ള ആയുസിന്റെ കാലം എടുത്തിട്ട് ഒരു ദിവസത്തിൽ ഒരായത്തിന്റെ തഫ്സീർ പഠിച്ചാൽ തന്നെ, ഒരായത്തിന്റെ തഫ്സീർ പഠിച്ചാൽ തന്നെ ഒരു വർഷത്തിൽ നമുക്ക് 365 ആയത്തുകൾ തഫ്സീറ മനസ്സിലാവുക. ഖുർആനിന്റെ ആശയങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കാൻ ചെറിയ കാര്യമല്ല, ചെറിയ കാര്യമല്ല, ഗൗരവമുള്ള കാര്യങ്ങളാണ്. വേറൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ രണ്ടാളുകളെ പറ്റി പറയപ്പെട്ടു. ഒരാൾ ഇൽമു നേടുന്ന ആളാണ്, അറിവ് നേടുന്ന, ഇതുപോലെയുള്ള സദസ്സുകൾ പങ്കെടുക്കുന്ന, അല്ലെങ്കിൽ അറിവ് നേടാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടിട്ടുള്ള അങ്ങനെയുള്ള ഒരാൾ. മറ്റേ ആള് ഇബാദത്തുകൾ മുഴുകുന്ന, അറിവൊന്നും നേടുന്നില്ല, ഇബാദത്തുകൾ ഇങ്ങനെ മുഴുകുക. ഇവരെ പറ്റി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഫദ്ലുൽ ആലിമി അലൽ ആബിദ് കഫദ്ലി അലാ അദ്നാകും, ഒരു ആലിമിന് ആബിദിന്റെ മേലെയുള്ള ഫദ്ൽ എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളിൽ ഏറ്റവും താഴ്ന്നവനേക്കാളുള്ള ഫദ്ൽ എന്താണോ, മനുഷ്യരിൽ ബാക്കിയുള്ള ആളുകളിൽ ഏറ്റവും താഴ്ന്നവനേക്കാളുള്ള ഫദ്ൽ എത്രയാണോ അതുപോലെയാണ് എനിക്ക് ഒരു ആബിദിന് മേലെയുള്ള ഫദ്ല് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുക ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ വിഷയം ഗൗരവത്തിൽ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യുക. ഇനി നാം പറഞ്ഞില്ലേ, മസ്ജിദിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുക, ഖുർആൻ പഠിക്കുക, ഹദീസ് പഠിക്കുക, ദീനിയായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക, അതിന് വളരെയധികം ശ്രേഷ്ഠതയുണ്ട്. ഇപ്പോൾ പല മസ്ജിദുകളും നമ്മുടെ നാടുകളിലൊക്കെ നിസ്കാരത്തിന്റെ ഒരു 5 മിനിറ്റ് മുമ്പ് തുറക്കും, അല്ലെങ്കിൽ ബാങ്ക് കൊടുക്കുന്നതിന്റെ 2 മിനിറ്റ് മുമ്പ് തുറക്കും, നിസ്കാരം സ്ഥലം മാറ്റി കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിഞ്ഞാൽ പൂട്ടും. ഇതല്ലാതെ മസ്ജിദുകളിൽ വേറെ ഒന്നുമില്ല. ആളുകളുടെ ഒരു ധാരണ മസ്ജിദ് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സ്ഥലം എന്നുള്ളതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മസ്ജിദ് എന്ന് പറഞ്ഞാൽ ഇൽമിന്റെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളുടെ കാലഘട്ടത്തിൽ, കാരണം പല സഹാബികളും കിഴക്കും പടിഞ്ഞാറും, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൂഫയിലുണ്ട്, അബൂ ദർദാ റളിയല്ലാഹു അൻഹു ദമസ്കസിലുണ്ട്, മറ്റുള്ള ഓരോ സഹാബികൾ ഓരോ നാടുകളിലേക്ക് പോയിട്ട് അവിടെ ഇൽമു പഠിപ്പിച്ച ഒരു മസ്ജിദിൽ അവർ ഇൽമു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതായിരുന്നു അവരുടെ ജോലിയായിട്ടുണ്ടായിരുന്നത്. അപ്പൊ മസ്ജിദുകളിൽ ഇതുപോലെയുള്ള സദസ്സുകൾ സംഘടിപ്പിക്കുക, അത് നടക്കുക, അതിൽ പങ്കെടുക്കുക എന്നുള്ളത് അതിന്റെ ഫദ്ല് കേൾക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഒരു കൂട്ടർ അവർ അള്ളാഹുവിന്റെ ഒരു ഭവനത്തിൽ ഒരുമിച്ച് കൂടുന്നില്ല. യത്ലൂന കിതാബ് അല്ലാഹ്, അള്ളാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്നു. വയതദാറസൂനഹു ബൈനഹും, അത് അവർ പരസ്പരം പഠിക്കുന്നു. ഖുർആനിന്റെ ആശയങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങൾ, ദീനിയായിട്ട് ഇൽമ് അവർ പരസ്പരം പഠിക്കുക. അങ്ങനെ അവർ ചെയ്യുന്നില്ല. ഇല്ലാ നസലത് അലൈഹിമുസ് സക്കീന, എന്തില്ലാതെ അവരിലേക്ക് സക്കീനത്ത് ഇറങ്ങാതെ, ഒരു സമാധാനത്തിന്റെയും ശാന്തിയുടെയും അവസ്ഥ അവരിലേക്ക്. അപ്പൊ പല ടെൻഷൻ ഉണ്ടാവും നമുക്ക്, പല ആളുകൾക്കും പല രീതിയിലുള്ള ടെൻഷനും ബുദ്ധിമുട്ടുകളും ചിന്തകളൊക്കെ ആയിട്ട് മുഴുകുന്ന ആളുകൾ ഉണ്ടാവും. എന്താണ് പരിഹാരം എന്ന് അവർക്ക് അറിയില്ല. അപ്പൊ സത്യത്തിൽ ദീനിയായിട്ടുള്ള ഇൽമു പഠിക്കുക, അതുപോലെ സദസ്സിൽ പങ്കെടുത്ത് നോക്കി മാറ്റം നമുക്കറിയാൻ സാധിക്കും. അവരിൽ സക്കീനത്ത് ഇറങ്ങും. രണ്ടാമത്തേത് വഹാശിയത്തുഹും റഹ്മ, അള്ളാഹുവിന്റെ കാരുണ്യം അവരെ ചുറ്റിപ്പൊതിയും.
മലായികത്തുകൾ അവരെ ചുറ്റും താഴ്ന്നു നിൽക്കുന്ന, അവർക്ക് സംരക്ഷണമേകുന്ന അവസ്ഥയിലുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കലുള്ള മലക്കുകളുടെ അടുക്കൽ അവരെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? പരാമർശിക്കും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, മൻ ജാഅ മസ്ജിദി ഹാദാ, എന്റെ ഈ മസ്ജിദിലേക്ക് ആരെങ്കിലും വരികയാണ്, മസ്ജിദ് നബിയെ പറ്റിയിട്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഏത് മസ്ജിദ് ആണെങ്കിലും, ലം യഅതിഹി ഇല്ലാ ലിഖൈരിൻ യതഅല്ലമുഹു ഔ യുഅല്ലിമുഹു, ഒരു നന്മ പഠിക്കാനോ പഠിപ്പിക്കാനോ ആയിട്ടാണ് അവൻ വരുന്നത് എന്ന് വിചാരിക്കുക. ഫഹുവ ബിമൻസിലത്തിൽ മുജാഹിദ് ഫീ സബീലില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവന്റെ സ്ഥാനത്താണ്. തലബുൽ ഇൽമി ജിഹാദാണ്, തലബുൽ ഇൽമി ജിഹാദാണ്, ആ സ്ഥാനത്താണ്. അതല്ലാതെ നിസ്കരിക്കാൻ വേണ്ടി മാത്രം പള്ളിയിലേക്ക് വരുന്നു, വേറൊന്നും പഠിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല, ഒന്നുമില്ല, അങ്ങനത്തെ ഒരാളാണെങ്കിൽ മറ്റുള്ളവരുടെ ചരക്കിലേക്ക് നോക്കി നിൽക്കുന്ന ഒരാളെ പോലെയാണ് എന്ന് ശേഷം പറയാണ്. വേറൊരു ഉദ്ദേശമില്ലാതെ മസ്ജിദിലേക്ക് വരുന്ന ഒരാളുടെ അവസ്ഥ, വേറൊരാളുടെ ചരക്കിലേക്ക് ഇങ്ങനെ നോക്കിക്കുന്ന ഒരാളെ പോലെയാണ് അവനുള്ളൂ. എൽമ് പഠിക്കുകയോ പഠിപ്പിക്കുകയോ ഒന്നും ചെയ്യാത്തത് ആളെ പറ്റി പറയാം. അപ്പോ മസ്ജിദുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ പറ്റി പഠിപ്പിക്കുന്ന സ്ഥലങ്ങളായി മാറേണ്ടതുണ്ട്. അപ്പൊ നാം പറഞ്ഞു വന്നത്, ഈ ഒരു മസ്ജിദ് നമുക്ക് ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ഉണ്ട് എങ്കിൽ എല്ലാ ആഴ്ചകളിലും ഈ വെള്ളിയാഴ്ച രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാമങ്ങളും അവന്റെ വിശേഷണങ്ങളും ഇൽമിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് നമ്മൾ നേടണം. ഓരോരുത്തരും സ്വയം ചോദിച്ചാൽ മതി, അള്ളാഹുവിന്റെ എത്ര നാമങ്ങൾ നമുക്കറിയാം, അല്ലെങ്കിൽ അതിന്റെ ആശയം നമുക്കറിയാം, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ എന്താണ് നമുക്കറിയുക, അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ കുറിച്ച് എന്തറിവാണ് നമുക്കുള്ളത് എന്നുള്ളത്. അപ്പൊ അതിലേക്കുള്ള ആ ഇൽമ് പഠിക്കുന്നതിലേക്കുള്ള ഇതുപോലെ സദസ്സും, അല്ലാതെ എന്തെല്ലാം സദസ്സുകളാണോ ഇൽമ് യഥാർത്ഥ ദീന് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്, ഖുർആനും സുന്നത്തും സ്വഹാബികൾ മനസ്സിലാക്കിയതുപോലെ കേൾക്കാൻ സാധിക്കുന്നത്, ആ സദസ്സിലേക്ക് എത്തിച്ചേരുകയും അറിവ് നേടാനുള്ള വഴികൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.